ഈ അടുത്തിടെ ഫ്ലവേഴ്സ് 1 കോടിയിൽ കരുവന്നൂർ സഹകരണ ബാങ്കിൽ പണം നിക്ഷേപിച്ച് തിരിച്ചു കിട്ടാതെ പോയ ജോഷി ആൻ്റണിയുടെ കഥ പറഞ്ഞിരുന്നു. അതായത് ഇന്നലെ ജനുവരി 30-നകം പണം തിരിച്ചു കിട്ടിയില്ലെങ്കിൽ എന്നെ ദയാവധത്തിന് വിധേയമാക്കാൻ അനുമതി കൊടുക്കണമെന്ന് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനോടും സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനോടും ജോഷി ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഫ്ലവേഴ്സ് 1 കോടിയിൽ അദ്ദേഹത്തിനെ കൊണ്ടുവന്നത്. അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇന്നലെ വൈകുന്നേരമായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് എൻ്റെ മൊബൈൽ ഫോണിലേക്ക് വന്നു. അതായത് ഇന്നലെ ജനുവരി 30 ചില നിമിഷങ്ങളിൽ ഞാൻ മറന്നുപോയി. ജോഷിയുടെ അവസാന ദിവസമായിരുന്നു അത്. ദയാവധം അതെങ്കിൽ ആത്മഹത്യയുടെ വഴി തിരഞ്ഞെടുക്കുമെന്ന് താങ്കൾ തീരുമാനിച്ച ഒരു ദിവസമായിരുന്നു അത്. ജോഷിയുടെ മെസ്സേജ് ഇങ്ങനെയായിരുന്നു: ഞാൻ യാത്ര തുടങ്ങുകയാണ്. മരണത്തിലേക്ക് പോകുമ്പോൾ നിസ്സഹായനായ ഒരു മനുഷ്യൻ അയക്കുന്ന സന്ദേശത്തിൻ്റെ ചില അംശങ്ങൾ ആ മെസ്സേജിൽ ഉണ്ടായിരുന്നു. ഞാനൊന്ന് നടുങ്ങി. ഞാൻ അപ്പോൾ തന്നെ നമ്മുടെ സഹകരണ വകുപ്പ് മന്ത്രി വി.എൻ. വാസവനെ വിളിച്ചു. അദ്ദേഹം വളരെ വിശാല മനസ്കനാണ്. ഈ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ വിശാല മനസ്കത ഒന്നുകൊണ്ട് മാത്രം അത് സംഭവിച്ചു. ജോഷിയുടെ പേരിൽ 24 ലക്ഷം രൂപയാണ് നിക്ഷേപിച്ചിരുന്നത്. അതിൻ്റെ പലിശ സഹിതം 28 ലക്ഷം രൂപ ഇന്നലെ തന്നെ ചെക്ക് കൈമാറാൻ അദ്ദേഹം കരുവന്നൂർ സഹകരണ ബാങ്കിൻ്റെ രജിസ്ട്രാറോട് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, അദ്ദേഹം ഈ കേസ് വിടാതെ പിന്തുടരുകയും ഇദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ പേരിലുള്ള പണം മടക്കി നൽകുന്നത് സംബന്ധിച്ചുള്ള തീരുമാനം ഇന്നുണ്ടാകുമെന്നും ബാങ്ക് അധികൃതരോട് ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാങ്ക് അധികൃതർ ആ കാര്യം അറിയിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹം നിക്ഷേപിച്ചു എന്ന് പറയുന്ന 80-ലധികം ലക്ഷം രൂപയുടെ മുഴുവൻ തുകയും മടക്കി കിട്ടാനുള്ള ഇടപെടൽ നടത്തിയതിന് ജോഷി 24 ഫ്ലവേഴ്സിനൊക്കെ നന്ദി പറഞ്ഞിട്ടുണ്ട് മറ്റൊരു സന്ദേശത്തിലൂടെ. പക്ഷേ ആ നന്ദിയേക്കാളും ഞാൻ സന്തോഷിക്കുന്നത് ഇങ്ങനെയൊരു മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിവിടാതെ സഹകരണ വകുപ്പും കരുവന്നൂർ സഹകരണ ബാങ്കും അതുപോലെ മന്ത്രി വി.എൻ. വാസവനും പിന്നെ മന്ത്രി കെ രാധാകൃഷ്ണനും ഇതിൽ കാര്യമായി ഇടപെട്ടു. മാത്രമല്ല, മന്ത്രി വി.എൻ. വാസവൻ വളരെ ചടുല വേഗത്തിലാണ് ഈ കാര്യത്തിൽ ഇടപെട്ടത് എന്ന് നന്ദിയോടെ ഞാൻ സ്മരിക്കുന്നു. ജോഷി ആൻ്റണി, എനിക്ക് ഇന്നലെ രാത്രിയിൽ അയച്ച ഒരു സന്ദേശം എന്നെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നു. ഒരുപക്ഷെ പ്രേക്ഷകർക്കും ഇതൊരു സ്വകാര്യ സന്ദേശമാണെങ്കിൽ പോലും അതിൽ അപകടം പിടിച്ച ഒന്നുമില്ല എന്നതുകൊണ്ട് തന്നെ പ്രേക്ഷകരെ കൂടി ഞാനത് കേൾപ്പിച്ചു തരികയാണ്. എൻ്റെ പേരിലുള്ള പൈസ അവർ പലിശയും കൂടി കണക്കാക്കിയിട്ട് ഇന്ന് വരെയുള്ളത് ചെക്ക് തന്നു. മറ്റേത് വൈഫിൻ്റെ മറ്റവരുടെയൊക്കെ പേരിലുള്ളത് നാളെ നോക്കിയിട്ട് കൂടി ആലോചിച്ചിട്ട് ഡേറ്റ് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാ തരാൻ പോണേന്ന്. വലിയ ഉപകാരം സാർ ഇടപെട്ടതിൽ വലിയ കാര്യമായി ഇത്. വെച്ചാൽ അത്രയും കടക്കണിയിലായിരുന്നു. അതുമൊന്ന് കുറേ റിലീസായി കിട്ടും. ഓക്കെ, താങ്ക് യു ജോഷി ആൻ്റണി. ജോഷിയുടെ ഈ കഥ ജനമധ്യത്തിൽ കൊണ്ടുവന്നത് 24-ൻ്റെ തൃശ്ശൂർ റിപ്പോർട്ടർ സൂരജ് സജി ആയിരുന്നു. സൂരജ് സജി നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ടെലിഫോണിലാണ് സൂരജ് സജി ഉള്ളത്. സൂരജ്, ഗുഡ് മോർണിംഗ്. സൂരജ്, എന്തായാലും ജോഷി ആൻ്റണിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായി എന്നത് പ്രേക്ഷകരെയും നമ്മളെയും ഒരുപോലെ സന്തോഷിപ്പിക്കുന്നു. ഇതും വേണമെങ്കിൽ 24 കണക്റ്റിൻ്റെ ഒരു ഇമ്പാക്റ്റാണ്. വി ആർ കണക്റ്റിംഗ് വിത്ത് 24. പറയൂ. എന്തായാലും വലിയ സന്തോഷം നൽകുന്ന വാർത്തയാണ്. കരുവന്നൂർ പ്രശ്നത്തിൽ ആദ്യം മുതലേ തന്നെ ഇത്തരത്തിലുള്ള നിരവധി പേരുടെ പ്രശ്നങ്ങളിൽ 24 ഇടപെട്ടതാണ്. അതിൽ ഒടുവിലത്തെ കണ്ണിയാണ് ജോഷി ആന്റണി. എന്തായാലും ജോഷി ആന്റണിക്കും അദ്ദേഹം ആവശ്യപ്പെട്ടതുപോലെ തന്നെ മുഴുവൻ തുകയും കഴിഞ്ഞ ദിവസം മന്ത്രി ആദ്യം പ്രഖ്യാപിച്ചത് 23 ലക്ഷം രൂപയാണ് എന്നുള്ളതായിരുന്നു ആദ്യം പ്രഖ്യാപിച്ചത്. പക്ഷേ അതിൽ ജോഷി തന്നെ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. പക്ഷെ മന്ത്രി വീണ്ടും ഇടപെട്ടു. അദ്ദേഹത്തിന് ഈ പലിശ സഹിതം എത്ര രൂപയാണ് കൊടുക്കാനുള്ളത് അത് കൊടുക്കാനുള്ള നടപടിയിലേക്ക് നീങ്ങി. അങ്ങനെ ഇന്നലെ 28 ലക്ഷം രൂപയുടെ ചെക്ക് ബാങ്ക് അധികൃതർ ഇന്നലെ രാത്രിയോടുകൂടി ജോഷിക്ക് കൈമാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജോഷിയുടെ കുടുംബാംഗങ്ങളുടെ തുകയടക്കം 80 ലക്ഷം രൂപയായിരുന്നു ഈ ബാങ്കിൽ നിന്ന് ലഭിക്കാനുള്ളത്. പലിശയുമുണ്ട്. ഈ കുടുംബാംഗങ്ങളുടെ പണം മടക്കി നൽകുന്നത് സംബന്ധിച്ച് ഇന്ന് അന്തിമമായ ഒരു തീരുമാനം, അതായത് 3 മാസത്തിനകം നൽകാം എന്നുള്ളതാണ് ബാങ്ക് അധികൃതർ ഇന്നലെ നടത്തിയ ചർച്ചയിൽ അറിയിച്ചിരുന്നത്. അപ്പോൾ അത് 3 മാസം എന്നതിലുപരി കൃത്യമായി ഏത് ദിവസത്തിനുള്ളിൽ നൽകാൻ കഴിയും എന്നത് സംബന്ധിച്ച് രേഖാമൂലം ഉറപ്പ് നൽകാമെന്നുള്ളത് ബാങ്ക് അധികൃതർ ജോഷി അറിയിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ. ഓക്കെ, താങ്ക് യു സൂരജ് സജി. എൻ്റെ ശബ്ദത്തിൽ ചെറിയ പ്രശ്നമുണ്ട്. എന്തായാലും കരുവന്നൂർ സഹകരണ ബാങ്കിനും ഇതിൽ ഇടപെട്ട എല്ലാ മനുഷ്യ സ്നേഹികൾക്കും അതേപോലെ ഒരിക്കൽ കൂടി മന്ത്രി വി.എൻ. വാസവനും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. കാരണം തീർച്ചയായിട്ടും ഈ സിംഹാസനങ്ങളിൽ അധികാര കസേരകളിൽ ഇരിക്കുന്ന ആളുകൾ മഹാമനസ്കരായിരിക്കണം. സഹിഷ്ണുതയാണ് അവർക്ക് വേണ്ടത്. അതാണ് വി.എൻ. വാസവൻ തെളിയിച്ചത്. കാരണം വേണമെങ്കിൽ ഒരു ഈഗോ പിടിക്കാം, അങ്ങനെയാണെങ്കിൽ വാങ്ങിച്ചെടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ മന്ത്രിക്ക് സഞ്ചരിക്കാമായിരുന്നു. എന്നാൽ അദ്ദേഹം ആ വഴിയൊന്നും തിരഞ്ഞെടുത്തില്ല. സാധാരണക്കാരൻ്റെ ഒരു വികാരം അദ്ദേഹത്തിന് മനസ്സിലായി എന്നെനിക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടു. അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി നന്ദി.